ഇങ്ങനെ പുറമെ വെക്കാൻ പറ്റില്ല. മാറ്റും മാറ്റി ഉള്ളി ഉള്ള സ്ഥലമില്ല. ഇത് റോഡായി വണ്ടി അടി പോകാൻ പറ്റില്ല. ഒരു വണ്ടി മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇതപ്പോൾ നിങ്ങൾ മാത്രം ജനങ്ങൾ കൊണ്ട് വരില്ല. മേടിക്കാനല്ലേ വരേണ്ടത്. സർവീസിലെ കാര്യം വരുവിടാ. ഇത് മാറ്റി മാറ്റി ഇത് ഫുള്ള് മാറ്റി. ലാസ്റ്റ് വാണി എനിക്ക് പറഞ്ഞു വെക്കില്ല. നിങ്ങൾ സാധനം കൊണ്ടു പിന്നെ ലൈസൻസ് വെക്കി അപ്പോൾ നടത്തണ്ടല്ലോ. ഇതായിരുന്നു വാങ്ങാം. നിങ്ങൾ തന്നെ പിന്നെ ആളെ കൊടുത്തു. ഇല്ലാടില്ല. അത് മുന്തി നമ്മുടെ കോർപ്പറേഷൻ വണ്ടി ഉണ്ടോ? അതെടുത്ത് കയറ്റി കിട്ടോ. രണ്ട് ക്ലാസ്സിൽ കിട്ടും. അത് ഞാൻ ഓഫീസിൽ കിട്ടും. ഇത് മാറ്റാൻ ഇത് മാങ്ങയായിട്ട് കൊണ്ടുപോയില്ലെങ്കിൽ അല്ല അത് വരുന്നില്ല. അത് വരുന്നില്ല. ആ ഓഫീസിൽ കയറാം. അതില്ലല്ലോ. അതാണ് ഓഫീസിൽ കയറാം. നീപ്പിതെടുക്ക്. ഞാൻ കൊണ്ടുപോകും. നീപ്പെടുക്ക്. അത് ആദ്യം വേണ്ടോ. നാളെ വീട് വണ്ടി കൊണ്ടുപോക്കാൻ പറ്റാം. രാവിലെ എടുത്തിട്ട് കൊണ്ടുപോയി വീട് വെക്കണ്ട കേട്ടാ. മാറ്റി 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 ഇതായത് മാറ്റിയില്ല. ഇനി വാങ്ങിക്കൊണ്ടിട്ട് അല്ലേ നാളെ കണ്ട ഞാൻ നാളെ വണ്ടി എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകാം. ഇതായത് താൻ കൊണ്ടുപോയി അറിയില്ല. റിസൾട്ട് വണ്ടിക്ക് വണ്ടി വരാൻ സൗകര്യം വേണ്ട. സൗകര്യം ഇങ്ങനെ വെക്കാൻ പറ്റില്ല. നേരത്തെ ഞാൻ പറയുന്നത് ഒരു സമയം വരെ നിങ്ങളൊരു തമാശയായി കളിക്കുക. ആ വണ്ടി എടുക്കില്ല. ഞാൻ ഇപ്പൊ ക്ലാസ് എടുത്ത് ഞാൻ കൊണ്ടുപോകും. നാളെ വരെ വയനാട് അല്ല ഇത് ഇതിപ്പോ എന്താ പറയുക കാര്യം നടുക്ക് റോഡ് നടു റോഡ് നോക്കി എന്നാ ചൊറയില്ല. ആ സ്ഥലത്തു കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ ഈ സെൻട്രൽ മാർക്കറ്റ് എന്ന് പറയുന്നത് നഗരസഭയുടെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റാണ്. ഏറ്റവും അധികം ജനങ്ങൾ വന്നു പോകുന്ന, അത് വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് വിവിധങ്ങളായ നാടുകളിൽ നിന്ന് തന്നെ ഇവിടെ വന്നിട്ട് പച്ചക്കറിയും അതുപോലെ തന്നെയുള്ള പഴവർഗ്ഗങ്ങളും കളക്ട് ചെയ്തു പോകുന്ന ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റാണ്. ഈ മാർക്കറ്റിൽ ഇപ്പോൾ വഴിയോര കച്ചവടക്കാരും അതുപോലെ തന്നെ വ്യാപാരികളും അറിഞ്ഞോ അറിയാതെ തന്നെ അവർ ഫുട്പാത്തും അതുപോലെ തന്നെ റോഡടക്കമുള്ള സ്ഥലം കയ്യേറിക്കൊണ്ട് കച്ചവടം ചെയ്തു വരികയാണ്. അപ്പോൾ ഒരു വാഹനം വരുന്നതിനോ വാഹനം പോകുന്നതിനോ ഈ വ്യാപാരം ചെയ്യുന്നതിന് വേണ്ടി വ്യാപാരികൾക്ക് കൂടുതൽ ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നാൽ മാത്രമേ നല്ല രീതിയിലുള്ള കച്ചവടം ഉണ്ടാവും. എന്നാൽ അത് പലപ്പോഴും മറന്നുകൊണ്ടാണ് ഇവർ ഈ രീതിയിൽ പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ അവരെ ആദ്യഘട്ടം എന്ന നിലയിൽ അവരെ ഒന്ന് ബോധവൽക്കരിച്ചുകൊണ്ട് അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് റോഡും അതുപോലെ തന്നെ റോഡിനോട് ചേർന്നുള്ള ഫുട്പാത്തും അത് പൂർണ്ണമായിട്ടും കച്ചവടം വിമുക്തമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കയ്യേറ്റം ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ നല്ലൊരു മാർക്കറ്റായിട്ട് ഇതിനെ പടുത്തുയർത്തുക എന്നുള്ളതാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ ഹെൽത്ത് വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിനോടൊപ്പം ഞങ്ങളോട് സഹകരിച്ചുകൊണ്ട് തന്നെ പോലീസ് വിഭാഗവും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വഴിയോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ വിപുലമായ ക്രമീകരണങ്ങളാണ് കണ്ണൂർ കോർപ്പറേഷൻ നടത്തി വരുന്നത്. വഴിയോര കച്ചവടക്കാർക്കായിട്ട് പ്രത്യേകം വെൻഡിംഗ് സോണുകളും പ്രഖ്യാപിച്ചുകൊണ്ട് ആ സ്ഥലങ്ങളിലേക്ക് ഇവരെ മാറ്റി നല്ല രീതിയിൽ അവർക്ക് നല്ലൊരു
കച്ചവടം അല്ലെങ്കിൽ നല്ലൊരു അവർക്കൊരു ജീവിത മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നഗരസഭ ശ്രമിക്കുകയാണ്. ഇത് 15 വർഷമായിട്ട് ഇവിടെ കച്ചവടം നടത്തുന്നവരാണെന്ന് അവർ സ്വാഭാവികവും അവരുടെ ഒരു ഉപജീവന മാർഗമാണ്. അതുകൂടി തീർത്തും ഇവിടെ ഒരാളെ പോലും വഴിയാധാരമാക്കുക എന്നുള്ള ലക്ഷ്യം നഗരസഭയ്ക്കില്ല. മറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ ഇവരിലേക്ക് ആൾക്കാർക്ക് എത്തിച്ചേരാൻ പറ്റിയെങ്കിൽ മാത്രമേ കച്ചവടം വലുതാവൂ, അല്ലെങ്കിൽ കൂടുതൽ അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സംവിധാനം ക്രമീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നഗരസഭ ക്രമീകരിച്ചു കൊടുക്കുകയാണ്. അല്ലാതെ അവരെ ഒരിക്കലും തച്ച് നാനാവിശേഷമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇവിടെ മറ്റാർക്കെങ്കിലും ഒരു കയ്യേറ്റത്തിനായിട്ടുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് ഏറ്റവും നല്ലൊരു മാർക്കറ്റിനെ അതിൻ്റെതായ കണ്ടീഷനിൽ നിലനിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ നമ്മൾക്ക് ഒരു മാർക്കറ്റിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് കറക്റ്റാണ്. കാരണം നഗരസഭയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് മാത്രം പരിപാലിക്കുകയല്ല, ഒരു ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും വന്ന് ഇവരെ ബോധവൽക്കരിച്ച് അല്ലെങ്കിൽ ഇവരോട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിനോട് ഇതുവരെയുള്ള വ്യാപാര സമൂഹം നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. എങ്കിലും പലപ്പോഴും അത് ഒരു സെന്റിമീറ്റർ ഇറങ്ങി 2 സെന്റിമീറ്റർ ഇറങ്ങി അങ്ങനെ കുറച്ചായി മുന്നോട്ട് വന്ന് അത് റോഡിലേക്ക് എത്തുന്നത് അവർ പോലും അറിയുന്നില്ല. വ്യാപാരികൾ പോലും അറിയാതെയാണ് എന്ത് ചെയ്യുന്നത്, ഇവര് കയ്യേറ്റം സ്വാഭാവികമായിട്ട് സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഒരവസ്ഥ അവരെ കൂടെ ബോധവൽക്കരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ അവർ ഞങ്ങളോട് സഹകരിക്കുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ.